വചനം തിരുവചനം ദൈവവചനം നിത്യവചനം ജീവദായക വചനം. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് യേശുവിനോട് പ്രാർത്ഥിച്ചത് ആര്? അപ്പസ്തലന്മാർ. നിങ്ങൾക്ക് എന്തുമാത്രം വിശ്വാസമുണ്ടെങ്കിലാണ് ഈ സിക്കമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും എന്ന് യേശു പറഞ്ഞിരുന്നത്. കടുകുമണിയോളം. ഒരു ഭൃത്യൻ ഉഴുകയോ ആടുമേയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നമ്മളിൽ ആരെങ്കിലും എന്ത് പറയുമോ എന്നാണ് യേശു ചോദിക്കുന്നത്. നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന്. എങ്ങനെയുള്ള മനുഷ്യൻ തന്റെ ജീവൻ നഷ്ടപ്പെടുത്തുമെന്നാണ് യേശു അരുളി ചെയ്യുന്നത്? ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ. ഫരിസേയന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ ഫരിസേയൻ മറ്റു മനുഷ്യരെ വിശേഷിപ്പിച്ചത് എങ്ങനെ? അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമെന്ന്. ഫരിസേയന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന് പ്രാർത്ഥിച്ചത് ആരാണ്? ഫരിസേയൻ. ഫരിസേയന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ ഫരിസേയന്റെ പ്രാർത്ഥനയിൽ താൻ ആഴ്ചയിൽ ചെയ്യുന്നതായി പറയുന്ന സുകൃതം എന്ത്? 2 പ്രാവശ്യം ഉപവസിക്കുന്നു. ഫരിസേയന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ ഫരിസേയൻ ചെയ്യുന്നതായി പറയുന്ന സുകൃതങ്ങൾ എന്ത്? ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു. താൻ സമ്പാദിക്കുന്ന സകലത്തിന്റെയും ദശാംശം കൊടുക്കുന്നു. ഫരിസേയന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ ചുങ്കക്കാരൻ എന്തിനു പോലും ധൈര്യപ്പെടാതെ പ്രാർത്ഥിച്ചുവെന്നാണ് യേശു അരുളി ചെയ്തത്. സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും. ഫരിസേയന്റെയും ചുങ്കക്കാരന്റെ ഉപമയിൽ ചുങ്കക്കാരന്റെ പ്രാർത്ഥന എന്തായിരുന്നു? ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ. ഫരിസേയന്റെയും ചുങ്കക്കാരന്റെ ഉപമയുടെ അവസാനം യേശു നൽകുന്ന സന്ദേശം എന്ത്? തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. യേശു കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് അവർ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നത് ആരെയായിരുന്നു? ശിശുക്കളെ. ശിഷ്യന്മാർ ജനിക്കുട്ടത്തെ ശകാരിച്ച അവസരമേത്? ശിശുക്കളെ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ജനങ്ങൾ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ തന്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത് എന്ന് യേശു പറഞ്ഞത് ആരെക്കുറിച്ചായിരുന്നു? ശിശുക്കളെ കുറിച്ച്. ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. യേശു ആരോടാണിത് പറഞ്ഞത്? ശിഷ്യന്മാരോട്. ദൈവരാജ്യം ആരെ പോലുള്ളവരുടേതാണ് എന്നാണ് യേശു അരുളി ചെയ്തത്? ശിശുക്കളെ പോലെയുള്ളവരുടേതാണ്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലാത്തവർ എങ്ങനെയുള്ളവരെന്നാണ് യേശു അരുളി ചെയ്യുന്നത്? ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്തവർ. ജെറിക്കോയിൽ വെച്ച് യേശു കണ്ടുമുട്ടിയ ധനികനായ മനുഷ്യനാര്? സക്കേവൂസ്. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. അവൻ ആര്? സക്കേവൂസ്. ജെറിക്കോയിൽ വെച്ച് യേശുവിനെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ച ധനികൻ. സക്കേവൂസ്. സക്കേവൂസ് എന്ന പേരിനർത്ഥം എന്ത്? നീതിമാൻ, ശുദ്ധൻ. യേശുവിനെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ച സക്കേവൂസിന്റെ ജോലി എന്തായിരുന്നു? ചുങ്കം പിരിക്കൽ. യേശുവിനെ കാണാൻ ആഗ്രഹിച്ചെങ്കിലും ജനക്കൂട്ടത്തിൽ നിന്ന് സക്കേവൂസിന് അത് സാധ്യമായിരുന്നില്ല. എന്തുകൊണ്ട്? പൊക്കം കുറവായ.
യേശുവിനെ കാണാൻ വേണ്ടി സക്കേവൂസ് കയറിയിരുന്ന മരത്തിൻ്റെ പേര് സിക്കമോർ. മരത്തിന് മുകളിൽ കയറിയിരുന്ന ഒരു മനുഷ്യനോട് യേശു വേഗം ഇറങ്ങി വരാൻ കൽപ്പിക്കുന്നുണ്ട്. ആ മനുഷ്യനാര്? മരമേത്? സക്കേവൂസ് സിക്കമോർ. ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. യേശു ആരോടാണ് ഇപ്രകാരം പറഞ്ഞത്? സക്കേവൂസിനോട്. സക്കേവൂസ് വേഗം ഇറങ്ങി വരിക എന്ന് യേശു പറഞ്ഞപ്പോൾ സക്കേവൂസ് എന്തു ചെയ്തു? അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു. ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. ആ പാപി ആര്? സക്കേവൂസ്. ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. ആര് ആരെ പറ്റി പറഞ്ഞു? യഹൂദർ യേശുവിനെ പറ്റി. യേശു സക്കേവൂസിന്റെ ഭവനത്തിൽ സ്വീകരിക്കപ്പെടുന്നത് കണ്ട് ജനക്കൂട്ടം നൽകിയ പ്രതികരണം എന്തായിരുന്നു? ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ എന്ന് അവർ പിറുപിറുത്തു. തൻ്റെ ഭവനത്തിൽ വന്ന യേശുവിനോട് സക്കേവൂസ് എന്തുമാത്രം താൻ ദരിദ്രർക്ക് കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത്? സ്വത്തിൽ പകുതി. വഞ്ചിച്ചെടുത്തിട്ടുള്ള സ്വത്തിന് സക്കേവൂസ് എങ്ങനെ പരിഹാരം ചെയ്യുമെന്നാണ് യേശുവിനോട് പറഞ്ഞത്? 4 ഇരട്ടിയായി തിരിച്ചു കൊടുത്തുകൊണ്ട്. സ്വത്തിൽ പകുതി ദരിദ്രർക്ക് കൊടുക്കുമെന്നും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുമെന്നും തീരുമാനിച്ച ചുങ്കക്കാരനാര്? സക്കേവൂസ്. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ആരുടെ ഭവനത്തിന്? സക്കേവൂസിൻ്റെ. സക്കേവൂസിനെ ആരുടെ പുത്രൻ എന്നാണ് യേശു വിശേഷിപ്പിക്കുന്നത്? അബ്രാഹത്തിന് പുത്രൻ. ദൈവത്തിന്റെ രക്ഷാകര സാന്നിധ്യം സ്വന്തം വീട്ടിൽ ഇന്ന് അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു ധനികൻ. സക്കേവൂസ്. യേശുവിന്റെ ജനന വാർത്ത അറിഞ്ഞ് ആട്ടിടയന്മാർ അതിവേഗം പോയി യേശുവിനെ കണ്ടതുപോലെ യേശുവിന്റെ പരസ്യ ജീവിത കാലത്ത് തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് യേശുവിനെ സന്തോഷത്തോടെ സ്വീകരിച്ച വ്യക്തി. സക്കേവൂസ്. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടി എന്നാണ് യേശു അരുളി ചെയ്തത്? നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാൻ. ഇവനും അബ്രാഹത്തിന് പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ആര് ആരോട് പറഞ്ഞു? യേശു സക്കേവൂസിനോട്. ജെറുസലേമിൽ പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പായി യേശു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ അരുളി ചെയ്ത ഉപമ ഏത്? 10 നാണയത്തിന് ഉപമ. 10 നാണയത്തിന് ഉപമ പറയുന്ന അവസരത്തിൽ യേശുവും ശിഷ്യന്മാരും എവിടെയായിരുന്നുവെന്നാണ് ലൂക്കാ സുവിശേഷകൻ എഴുതുന്നത്? ജെറുസലേമിന് സമീപത്ത്. 10 നാണയത്തിന് ഉപമ യേശു പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്നവർ എന്ത് വിചാരിച്ചിരുന്നു എന്നാണ് ലൂക്കാ സുവിശേഷകൻ എഴുതുന്നത്? ദൈവരാജ്യം ഉടൻ വന്നു ചേരുമെന്ന്. ഉള്ളത് പോലും ആരിൽ നിന്ന് എടുക്കപ്പെടും എന്നാണ് യേശു പഠിപ്പിക്കുന്നത്? ഇല്ലാത്തവനിൽ നിന്ന്. 10 നാണയത്തിന്റെ ഉപമയിൽ താൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന തൻ്റെ ശത്രുക്കളെ എന്തു ചെയ്യണമെന്നാണ് പ്രഭു പറഞ്ഞത്? അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് കൊന്നു കളയണമെന്ന്. കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനം വരെ ക്രിസ്ത്യാനികൾ പ്രവർത്തന നിരതരാകണമെന്നും അപ്പോൾ അവർക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുമെന്നും പഠിപ്പിക്കുന്ന ഉപമ ഏത്? 10 നാണയത്തിന് ഉപമ. 10 നാണയത്തിന് ഉപമ പറഞ്ഞതിന് ശേഷം യേശു എങ്ങോട്ടുള്ള യാത്രയാണ് തുടർന്നത്? ജെറുസലേമിലേക്കുള്ള യാത്ര. ലൂക്കായുടെ സുവിശേഷത്തിൽ
ഒലിവ് മലക്കരികെയുള്ള 2 സ്ഥലങ്ങളുടെ പേരെന്ത്? ബേത്ഫഗെ, ബഥാനിയ. വചനം തിരുവചനം ദൈവവചനം